പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഭരണസമിതിയുടെ നടപടിയിൽ CITU പേരാമ്പ്ര ഏരിയ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നതായി CITU ഏരിയ സെക്രട്ടറി K. സുനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത ചില തെറ്റായ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. സാധാരണ നിലയിൽ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് 1995 മുതൽ 2000 വരെ ഭരിച്ചത് UDF ആണ്. സത്യം കടിയങ്ങാടും പിന്നീട് KS മൗലവിയും അതിന്റെ പ്രസിഡന്റായിരുന്നു. അക്കാലത്ത് താലൂക്ക് ആശുപത്രി ഇത്ര വിപുലമല്ല. എന്നാലും അക്കാലത്ത് താലൂക്ക് ആശുപത്രിയെ നിയമിച്ച താൽക്കാലിക ജീവനക്കാർ അവര് 25 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിട്ടും അവരവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ജോലിയിൽ തുടരുന്നുണ്ട്, ചില ആളുകൾ റിട്ടയർ ആയി പോയിട്ടുണ്ട്. ഭരണമാറ്റത്തിന്റെ ഭാഗമായി 25 വർഷം LDF ഭരണത്തിൽ UDF കാലത്ത് നിയമിക്കപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് ചെയ്തിട്ടില്ല, അവരെ പിരിച്ചുവിട്ടിട്ടില്ല. അതുകൊണ്ട് CITയുടെ അഭിപ്രായം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും വർഷങ്ങളായി ജോലി ചെയ്ത ആളുകളെ പിരിച്ചുവിടുന്ന നടപടി ശരിയല്ല. ഏത് ഭരണസമിതിയാണെങ്കിലും ആ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഇതിനകത്ത് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന നിയമനങ്ങൾ, ആ നിയമനങ്ങളിൽ ഏറ്റവും നിയമവിരുദ്ധമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിലിപ്പം 3 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കാൻ തീരുമാനിച്ചു. ആ നിയമിക്കാൻ തീരുമാനിക്കുമ്പോൾ നിലവിൽ അതേ സീറ്റിൽ ആളുകൾ ജോലി ചെയ്യുന്നു. ആ നിയമിക്കാൻ തീരുമാനിച്ച് പത്രപരസ്യം കൊടുത്തപ്പോൾ ആ പത്രപരസ്യത്തിൽ അവർ കാണിച്ച മിനിമം യോഗ്യത PGDCA അല്ലെങ്കിൽ DCA. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഈ 3 ആളുകളെയും ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിച്ചു. അവരവിടെ ജോയിൻ ചെയ്തു മെഡിക്കൽ ഓഫീസർ മുമ്പിൽ. നിലവിൽ ജോലിയില്ലാതെ സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന 3 ആളോട് ഇന്ന് നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് നിയമവിരുദ്ധമായി അവരെ പിരിച്ചുവിട്ടു. ഈ നിയമിക്കപ്പെട്ട ആളുകളുടെ ഇന്റർവ്യൂവിൽ 293 പേരാണ് പങ്കെടുത്തത്. പക്ഷേ നിയമിച്ച 3 ആളുകളും മിനിമം യോഗ്യതയില്ലാത്തവരാണ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച CITU മെഡിക്കൽ ഓഫീസർ കത്ത് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ രാവിലെ 10 മണിക്ക് ജോയിൻ ചെയ്തു. അന്ന് 3 മണിക്ക് ഈ 3 ആളെ പിരിച്ചുവിട്ടു. അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, ആരോഗ്യ വിദ്യാഭ്യാസ മെഡിക്കൽ എക്സ്പേർട്ട് ഉണ്ടാവും. അവരാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യേണ്ടത്. ഒരു സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടില്ല, ഒരു സർട്ടിഫിക്കറ്റ് അവിടെ വാങ്ങി വെച്ചിട്ടില്ല. 3 ആളുകളെ ഒരു രേഖയും ഇല്ലാതെ നിയമിക്കേണ്ടായി. ഇത് ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ നിയമന രീതി അങ്ങേയറ്റം പരിഹാസമാണ് എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്. അവിടെ ജോലി ചെയ്യുന്ന 24 വർഷമായി ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട്, 18 വർഷം 16 വർഷമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ കഴിഞ്ഞ 21-ാം തീയതിയാണ്. അപ്പൊ ഞങ്ങൾ CITU അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോട് നിലവിൽ ഇവരെ പിരിച്ചുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിൽ ഒരാളെ പിരിച്ചുവിടാൻ പാടില്ല എന്ന് സ്റ്റേ ഉത്തരവ് ഇറക്കുകയും മറ്റ് 2 ആളുടെയും പ്രശ്നം അന്ന് തന്നെ 12 മണിക്ക് കോടതി വാദം കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഇന്റർവ്യൂ നടത്താൻ പാടില്ല എന്ന നിലപാട് CITU സ്വീകരിച്ചു. വാർത്താ സമ്മേളനത്തിൽ TP കുഞ്ഞനന്ദൻ, KP സജീഷ്, NK ലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു.